പൊക്കാൻ പറ്റത്തില്ല. ഇത് 3-4 കിലോ ഉണ്ട്, നല്ല വെയിറ്റാ. കണ്ട ആൾ അംഗനവാടിയിലാ പഠിക്കുന്നത്. ഓയ്യോ ഇങ്ങനെ കാണിച്ചു കൊടുത്തില്ല. വിളഞ്ഞെന്ന് പറഞ്ഞേ, ഇങ്ങനെ വിളഞ്ഞത് കണ്ടാ. ഇത് കിരൺ എന്ന് പറഞ്ഞ തണ്ണിമത്തനാണ്. ഇതിന്റെ കളർ കണ്ടോളണം. ഇതിന്റെ കളർ കണ്ടാ. ഒന്ന് ഒരു പീസ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരം. കടയിൽ നിന്ന് മേടിക്കുന്ന തണ്ണിമത്തന് ഇത്രയും മധുരം കാണത്തില്ല. അല്ല, ഇതിപ്പോ തോട്ടത്തിൽ നിന്ന് ലൈവായിട്ട് പറിച്ച് കഴിക്കുന്നു. കാര്യം കടയിൽ നിന്ന് വേണ്ടി കൃത്രിമമുണ്ട്, ഇതിൽ കൃത്രിമമൊന്നുമില്ല. അതുകൊണ്ട് നല്ല മധുരമുണ്ട്. കുരുത്തോലപ്പയർ എന്ന് പറയും. കുരുത്തോല പോലെ കളറും നീളവും ഉണ്ട്. അതാണ് കണിമത്തൻ എന്ന് പറയും. കണ്ടാ, ഇത് കണി വെക്കണ പാത്രത്തിൽ വെക്കാൻ പറ്റിയ കണിമത്തനാണ്. ഇത് നല്ല ഡിമാൻഡാണ്. ഈ മാസം നല്ല ഇപ്പോൾ ഡിമാൻഡ്, ഏപ്രിൽ മാസത്തിലൊക്കെ ഇത് നല്ല ഡിമാൻഡാണ്. ഇവൻ 2.5 വർഷമാകുമ്പോൾ കായ്ക്കും. ഒരു കൊല ഏറ്റവും കൂടിയ 30 കാണുള്ളൂ. പിന്നെ ഇപ്പൊ ഇത് കുറവാണ്. കാര്യം 30 പോരെ, മതി, 30 മതി. ഒരുപാടുണ്ടോ കണി? വളരെ ഇല്ല, അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഇത് വ്യവസായിക അടിസ്ഥാനത്തിലല്ല, എനിക്ക് ഒന്ന് കണി കാണാനും നാട്ടുകാർക്ക് കുറച്ച് പേർക്ക് കണി കാണാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ കുക്കുംബറാണ്. വിളവെടുത്ത് തീരാറായി. എല്ലാ ദിവസവും വിളവെടുക്കുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 7 17 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. 30 സെന്റിലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ തക്കാളി, വെണ്ട, കുക്കുംബർ, കണിവെള്ളരി, പിന്നെ തണ്ണിമത്തൻ, വഴുതന എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിനും അധികമുണ്ട്. കാര്യം അധികം വരുന്നത് നമ്മൾ നാട്ടുകാർക്ക് കടയിലൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. ഈ കൃഷി ലാഭകരമാണോ? കൃഷി ലാഭകരമാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. അവിടെ ലാഭമല്ല നോക്കുന്നത്, ഏറ്റവും വലിയ മനസ്സിന് സന്തോഷം കിട്ടുക എന്നുള്ള മണ്ണിനോടുള്ള പ്രണയം, അതാണ് കൃഷി. അച്ഛനും ഒരു കൃഷിക്കാരനായിരുന്നു. അച്ഛന് ഇല്ലംകുടക്കുള്ള ഒരു നെയ്ത്തുകാരനായിരുന്നു. എങ്കിലും അവധി ദിവസങ്ങളിൽ അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നു. അത് കണ്ടാണ് ഞാനും വളർന്നത്. അങ്ങനെ എനിക്കും കൃഷിയോട് താല്പര്യം ഉണ്ടായി. ഇപ്പൊ പെൻഷൻ പറ്റിയപ്പോൾ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് വീട്ടിലൊക്കെ ആരൊന്നും പറഞ്ഞില്ല ഈ പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് സ്ഥലം മേടിച്ചപ്പോൾ. പലരും സുഹൃത്തുക്കളൊക്കെ പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ മേടിച്ച് വിഷമുള്ള കഴിക്കണം. ഞാൻ നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. പലിശയല്ല എൻ്റെ ഉദ്ദേശം. എനിക്കൊരു മാനസികമായൊരു സന്തോഷം ഇതിൽ നിന്നും കിട്ടും. പണം മുടക്കി പണം തിരികെ വരുന്നുണ്ട്, ആ ഭക്ഷണമായിട്ടുമാണ് മാത്രം. കണ്ട ഇത് കണ്ട, ഇവരെല്ലാവരും വന്ന് വിളവെടുക്കുന്നില്ല. അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ഭക്ഷണം എങ്ങനെ ഉണ്ടാവുന്നു എന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഭക്ഷണം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാമെന്നുള്ളതാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ തന്നെ മുറിച്ച് തിന്നുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ. നാടനായതുകൊണ്ട് നല്ല വിലയും കിട്ടും. ഇപ്പം ഇതിൻ്റെ വില 40 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് മാർക്കറ്റ്. അവർ 60 രൂപയ്ക്ക് എന്നാ പിടിച്ചോ. ഇല്ല അതെ എന്നാ പിടിക്കും, എന്നാ പിടിച്ചോ. ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടുന്ന് പെൻഷൻ കിട്ടിയ കാശ് കൊണ്ട് ഇത് വാങ്ങിച്ചാണ്. ഞാൻ ബാങ്കിലൊന്നും ഇട്ടില്ല. ബാങ്കിലുണ്ടെങ്കിൽ ഇട്ടാൽ പലിശ കിട്ടും. അതല്ല എനിക്ക് മാനസിക സന്തോഷം പറഞ്ഞാൽ ഇത് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. കൃഷി ചെയ്ത് നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. നാട്ടുകാർക്ക് കൊടുക്കാം, അതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ നല്ലത് കഴിക്കാം. ഇപ്പം വെണ്ടക്കായൊക്കെ തന്നെ നമ്മൾ പറിച്ച ഉടനെ ഇങ്ങനെ തിന്നാം കേട്ടോ. ചീരയൊക്കെ വിത്ത് നിർത്തിയിരിക്കുകയാണോ? ചീര കുറച്ച് എൻ്റെ ആവശ്യത്തിന് അരിയെടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇത് വ്ളാത്താങ്കര ചീര എന്ന് പറയും. ഇത് തിരുവനന്തപുരത്ത് വ്ളാത്താങ്കരയുള്ളതാണ്. നല്ല പൊക്കമുള്ള ചീരയാണ്. ഇതിൻ്റെ അരി എടുക്കുക എന്നുള്ള, അരിക്ക് 3000 രൂപയാണ് വില. അപ്പോൾ ഞാനിത് കുറച്ചെടുത്ത് വിൽക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും കൊടുത്ത് കുറച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇത് ഉണക്കി ഇതിൻ്റെ അരിയെടുത്ത് സൂക്ഷിക്കും. 1 വർഷം ഇരിക്കും, കുഴപ്പമില്ല. ഇപ്പോൾ വിളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് മത്തൻ. ഇത് കണിമത്തൻ എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാം, നാട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാം, കൊടുക്കാം. വില കുറച്ചേ കൊടുക്കത്തുള്ളൂ, അധികം വിലയൊന്നും മേടിക്കത്തില്ല. അവരെല്ലാവരും എല്ലാവരും കൂടെ കുടുംബ കൃഷിയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ സമയം ഒരു ടൈം പാസിന് വേണ്ടി, പിന്നെ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് പയറാണിത്? ഇത് കുരുത്തോലപ്പയർ എന്ന് പറയും. മറ്റേ കഞ്ഞിക്കുഴി പയറാണ് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ നടുന്നത്. പക്ഷെ ഇത് ഞാൻ പ്രത്യേകം ഇതിന്റെ വിത്ത് വെച്ചിരിക്കുകയാണ്. വിത്ത് നേരത്തെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ വാങ്ങിച്ചതല്ലേ, എൻ്റെ ഈ പണ്ടേ ഉള്ളതാണ്. നല്ല വിത്താ. എൻ്റെ എല്ലാ വർഷവും ഞാൻ ഉപയോഗിക്കുന്നതാണ്. കണ്ടോ വിത്തിന്റെ ഇത് ഇത്ര നീളമുണ്ട്. കഞ്ഞിക്കുഴി പയറിനൊക്കെ നീളമുണ്ട്. കാര്യം ഇതിന് നല്ല തൂക്കമുണ്ട്. മണി അതിൻ്റെ മാംസമുണ്ട് നല്ല. ഇതിന്റെ ഒരു കൃഷി രീതിയൊക്കെ എങ്ങനെയാ ഈ പയർ കൃഷി രീതി? ഇത് സാറിന് നമ്മൾ വരമ്പെടുത്തിട്ട് ഇതിൽ കോഴിക്കാഷ്ട ഇട്ടിരിക്കുകയാണ്. കോഴിക്കാഷ്ട ഇട്ട് മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുകയാണ്. ഇതിട്ട്
അത് കഴിഞ്ഞാൽ അവിടെ തന്നെ തൈ കുത്തിയാണ് ചെയ്യുന്നത്, ഉം. വിത്തിടിയല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അത് തൈ മേടിച്ച് വെക്കുകയാണ് നമ്മൾ. ഇല്ല, തൈ ഞാൻ ട്രേയിൽ പാകിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വിത്ത് തന്നെ പാകിയെടുക്കുക. നമുക്ക് ട്രേ ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ പാകും. ഉം. എന്നിട്ട് അതാണ് ഏറ്റവും നല്ലത്. ഒരു 10 ദിവസത്തെ വളർച്ച നമ്മുടെ ട്രേയിൽ നടക്കും. അത് കഴിഞ്ഞല്ലേ നമുക്ക് നടാൻ പെട്ടെന്ന്. അതാണ്. അങ്ങനെ നട്ടാൽ എത്ര ദിവസത്തിനുള്ളിൽ കായായി? ഇതൊരു 50 ദിവസം 50 ദിവസം കഴിയുമ്പോൾ തന്നെ കാ പിടിക്കാൻ തുടങ്ങും. വേണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് പീച്ചിലിങ് കണ്ടോ, പീച്ചിങ് വളർന്നു വരുന്നുണ്ട് കണ്ടോ, അതായി വരുന്നേ ഉള്ളൂ. ആയി വരുന്നേ ഉള്ളൂ. അതായത് പുഴുക്കളെ കുറച്ച് നിയന്ത്രിക്കാൻ പറ്റും, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പുഴുക്കൾ. പിന്നെ കായ്ച്ച വരാതിരിക്കാനുള്ള കെണിയൊക്കെ വെച്ചിട്ടുണ്ട്. കായ്ച്ച 2 കെണിയുണ്ട്. ഒന്ന് നമ്മുടെ തണ്ണിമത്തനെ വരാതിരിക്കാനും ഈ ചെടികളെ ഇതിനെ ആക്രമിക്കുന്ന ഉള്ള കായ്ച്ച പിടിക്കുന്നതിന്. ഇതാണോ മറ്റേ തെങ്ങ്? ഇതാണ് മഞ്ഞ, മലയൻ മഞ്ഞ എന്ന് പറഞ്ഞ തെങ്ങ്. എന്താണ് ഇവന്റെ പ്രത്യേകത? ഇവൻ 2.5 വർഷം ആകുമ്പോൾ കായ്ക്കും. കരിക്കിനാണെങ്കിൽ ഒരു കരിക്കിന് 60 രൂപ കിട്ടും. 18. അതെ. എന്തായാലും ഒരു വർഷം തേങ്ങയാണെങ്കിൽ ഒരു 90-100 തേങ്ങയൊക്കെ അല്ലേ കിട്ടുകത്തുള്ളൂ. പക്ഷെ കരിക്ക് കൊടുക്കുന്നതാ നല്ല മധുരാണ്. ഇത് ഞാൻ നേര്യമംഗലം ഫാമിൽ നിന്ന് കൊണ്ടുവന്നാ, വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നാണിത്. അതിന്റെ ഞാൻ വിത്ത് പാകി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മലയൻ മഞ്ഞ എന്ന അതിന്റെ പേര്. മലയൻ മഞ്ഞ. ഇച്ചിരി വളപ്പോരായ്മയുണ്ട്. കാര്യം നമ്മുടെ വെളുത്ത മണ്ണ് അല്ലല്ലേ, ഇവിടെ വളമില്ലാത്തൊരു സ്ഥലമാണ്. ചാരമൊക്കെ ഇട്ട് നടത്തിയിരിക്കുക. ഒരുപാടുണ്ടോ കണി വളരി? ഇല്ല, അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. വ്യവസായിക അടിസ്ഥാനത്തിനല്ല, കുറച്ച് വിൽപ്പനയ്ക്കുണ്ട്. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കും. കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. ഈ വെള്ളരിക്ക ഈ ചീത്തയായി പോകത്തില്ല. ഒരു 3-4 മാസം കൂടെ ഇരിക്കും. നല്ല വിളഞ്ഞതാണ്. വിഷു പ്രമാണിച്ച് പറിക്കാനിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന് ഇത് നോക്ക്. ഇത് കിരൺ എന്ന് പറഞ്ഞ തണ്ണിമത്തനാ. ഇത് 7-8 കിലോനൊക്കെ ഉണ്ട് ഒരെണ്ണം. 8 കിലോ ഉണ്ട്. ഇതാണ് 5 കിലോനുണ്ട്. വിളഞ്ഞിടക്കാ പറിക്കാൻ പോയാണ്. ഇന്ന് വിളവെടുപ്പാ. എല്ലാം പറിക്കണം. അതിനുള്ള സജ്ജീകരണം നടത്തിയിരിക്കണ്ട എല്ലാം. ഇതാണ് തണ്ണിമത്തം വിളഞ്ഞെന്നറിയണത്. ഇത് കണ്ടോ, തണ്ണിമത്തൻ്റെ ഈ വശത്തെ ഞെട്ട് കണ്ടോ, ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം തണ്ണിമത്തം വിളഞ്ഞിട്ടുണ്ടെന്ന്. കണ്ടോ, ഇത് കണ്ടോ. അത് പിന്നെ അടിവശം ഇങ്ങനെ ഒരു പാടും കാണും. കണ്ടോ, ഇതാണ് വിളഞ്ഞ തണ്ണിമത്തം. കണ്ടോ, എടുത്ത് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ കഴിക്കേണ്ടത്. എൻ്റെ മധുരം ഒന്ന് നോക്കിയത്. എന്നാ പിടിക്കും. ഈ അച്ഛനെ പരിചയപ്പെടുത്തിയില്ല. അച്ഛൻ ഇതെന്റെ ചേട്ടനാണ്. എന്നെ കൃഷി സഹായിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് കൃഷി പണി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ കാണാനേ ഇല്ല. ഇപ്പോഴൊരു 75 വയസ്സുണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും 76ാമത്തെ വയസ്സാണ്. നല്ല ആരോഗ്യത്തോട് പറഞ്ഞിരിക്കുന്നു. കൊറോണ കാലത്ത് പോലും കൊറോണ വാക്സിൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഇതാണ് എൻ്റെ സന്തോഷം. എൻ്റെ ഈ സ്ഥലം മേടിക്കുന്ന പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ എനിക്ക് പലിശ കിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ ഫാമിലി സന്തോഷം കിട്ടത്തില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് സന്തോഷം. ആഹാരം നല്ല കഴിക്കാം, മണ്ണിൽ പണിയെടുക്കൂ, നല്ല ആഹാരം കഴിക്കൂ.